മനസ്സറിഞ്ഞുകൊണ്ട് ഉള്ളു തുറന്നുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് അനേകം മനുഷ്യർ പട്ടിണി അനുഭവിച്ചുകൊണ്ട് മരിക്കുമ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്കുണ്ട്. നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. മിസൈലിൻ്റെ ഇരമ്പലുകൾ കേൾക്കാതെ, AK-47 ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കാതെ, ഇന്നോ നാളെയോ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് കൂട്ടപ്പലായനം നടത്തേണ്ടി വരുമെന്ന ഭയമില്ലാതെ നമ്മൾ ഈദ് ആഘോഷിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, യുദ്ധവിമാനങ്ങളുടെ ശബ്ദം നമ്മളിവിടെ കേൾക്കുന്നില്ല. സമാധാനവും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ തക്ബീർ ധ്വനികൾ മുഴക്കിയിരിക്കുകയാണ്. നമ്മൾ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ഈദിൻ്റെ സന്ദേശങ്ങളും സൗഹൃദങ്ങളും പങ്കിടുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പാലസ്തീൻ ജനതയുടെ കണ്ണീരു കാണാതെ, അവരുടെ ചെറുത്തുനിൽപ്പ് ഓർക്കാതെ ഈ ഈദ് നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. രാജ്യത്തിൻ്റെ അതിർത്തികൾ നമ്മളെ എത്ര അകറ്റിയാലും, അവർ സംസാരിക്കുന്ന ഭാഷ വേറെയാകാം, അവരുടെ നാട് വേറെയാകാം, അവരുടെ പതാക വേറെയാകാം, പക്ഷേ നമ്മൾ ഒന്നാണ്. ഈമാൻ എന്ന ചരട്, ഈമാൻ എന്ന നൂല് നമ്മളെ കോർത്തിണക്കുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമ്മൾ നമുക്ക് കിട്ടണമെന്ന് കൊതിക്കുന്ന സന്തോഷവും സ്വാതന്ത്ര്യവും സമാധാനവും പ്രതീക്ഷയും നമ്മുടെ സഹോദരങ്ങൾക്കും കിട്ടണമെന്ന് നമ്മൾ കൊതിക്കുന്നത് വരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ആ ജനതയ്ക്ക് സമാധാനം കിട്ടണമെന്ന്, അവർക്ക് അവരുടെ നാടും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശങ്ങളും തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥമായി കൊതിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിനോട് നമ്മൾ മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ അവരുടെ നാടും അവരുടെ സമാധാനവും അവരുടെ സ്വപ്നങ്ങളും തിരിച്ചു നൽകണമേ.